നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിത ബുദ്ധിനാ. യുധിഷ്ഠിരനെ ആ സഭാഗ്രഹം കാണാൻ വേണ്ടിയിട്ടും അതേപോലെ ചൂതില് പങ്കെടുക്കാൻ വേണ്ടിയിട്ടും ക്ഷണിക്കാൻ വേണ്ടിയിട്ട് രാജാവായ ധൃതരാഷ്ട്രൻ ദുര്യോധനന്റെ പ്രേരണ കൊണ്ടാണ്, ദുര്യോധനന്റെ ശകുനിയുടെയും ഒക്കെ പ്രേരണ കൊണ്ടാണ് വിതുരനെ തന്നെ അങ്ങോട്ട് അയച്ചു. വെല്ലുവിളി, അതും വിശേഷിച്ചിട്ടും തന്റെ വലിയച്ഛൻ ചെയ്തിരിക്കുന്ന ക്ഷണമാണ്. വലിയച്ഛൻ തന്നിരിക്കുന്ന ക്ഷണത്തെ നിരസിക്കാൻ തനിക്കാവില്ല. ചൂതുകളിയോട് എനിക്കിഷ്ടമില്ല, ചൂതുകളി അനർത്ഥമാണ് എന്നെല്ലാം വിതുരനോട് പറയുന്നുണ്ട്. എങ്കിലും വലിയച്ഛൻ പറഞ്ഞാൽ എനിക്ക് അനുസരിക്കണം എന്ന് മാത്രമല്ല, ആര് വെല്ലുവിളിച്ചാലും ആ വെല്ലുവിളി ഞാൻ സ്വീകരിക്കും എന്നുള്ളത് എന്റെ പണ്ടേയുള്ള തീരുമാനമാണ് എന്ന് പറഞ്ഞ് അവിടെ ചൂതുകളിക്ക് പുറപ്പെടുന്നുണ്ട്. കള്ളച്ചൂതില് ശകുനി എല്ലാം പിടിച്ചെടുത്തു. ഒന്നൊന്നായി പണയം വെച്ച് യുധിഷ്ഠിരൻ തോക്കുകയാണ്. ആ കൗരവ സഭയില് മഹാരാജാവിരിപ്പുണ്ട്, ഭീഷ്മ ദ്രോണാദികളുണ്ട്, ബഹുമാനിക്കേണ്ട എല്ലാ ആളുകളുമുണ്ട്. അതേപോലെ പൗരമുഖ്യന്മാരും സൈന്യ അധിപന്മാരും എല്ലാവരുമുണ്ട്. എല്ലാവരുടെയും മുന്നിൽ വെച്ച് കള്ളച്ചൂതില് ശകുനി ഒന്നൊന്നായി പിടിച്ചെടുത്തു. അവസാനം ശകുനി യുധിഷ്ഠിരനോട് പറഞ്ഞു, ഇനി എന്താണ് പണയം വെക്കാനുള്ളത്? യുധിഷ്ഠിരൻ പറഞ്ഞു, എന്റെ പ്രാണങ്ങൾക്ക് തുല്യരായ എന്റെ അനുജന്മാർ 4 പേരെ ഞാൻ പണയം വെച്ചു. ഇനി എനിക്ക് പണയം വെക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനിതാ എന്നെ പണയം വെച്ച് കളിക്കുകയാണ്. ഇതിൽ ജയിച്ചാൽ എല്ലാം എനിക്ക് തിരിച്ചു പിടിക്കാം. അങ്ങനെ യുധിഷ്ഠിരൻ തന്നെ പണയം വെച്ച് കളിച്ചു. ശകുനി അക്ഷമറിഞ്ഞു. അക്ഷം ശകുനി വിചാരിക്കുന്നിടത്ത് നിൽക്കും. അത് അങ്ങനെ തന്നെ വീണു. ശകുനിക്ക് അനുകൂലമായി. ഇതാ ഞാൻ ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു, ശകുനി വിളിച്ചു പറഞ്ഞു. എല്ലാവരുടെയും കൺമുന്നിൽ വെച്ചാണ്. ജയിച്ചിട്ടില്ല എന്ന് ആർക്കും പറയാൻ പറ്റൂല. കൗരവന്മാര് സന്തോഷത്തോടുകൂടി തുള്ളിച്ചാടി. ധൃതരാഷ്ട്രൻ ചോദിക്കുന്നുണ്ട് അടുത്തു നിൽക്കുന്ന വിശ്വസ്തരോട്, ആര് ജയിച്ചു, ആര് ജയിച്ചു, ആര് ജയിച്ചു എന്നിങ്ങനെ. ശകുനി ജയിച്ചു എന്ന് കേട്ടപ്പോഴേക്കും ധൃതരാഷ്ട്രൻ വളരെയേറെ സന്തോഷിച്ചു. കൗരവപക്ഷം ഓരോ സന്ദർഭത്തിലും ജയിച്ചു വരുന്നത് ധൃതരാഷ്ട്രനെ ആനന്ദിപ്പിച്ചുകൊണ്ടേയിരുന്നു. ആ സഭയിലുള്ള ആളുകള് നല്ലൊരു ശതമാനവും ഈ ചൂതുകളിയിൽ ഇഷ്ടമില്ലാത്തവരായിരുന്നു. ഇത് വിപത്തിനെ ഉണ്ടാക്കും. പക്ഷേ അവർക്ക് മഹാരാജാവിനെ എതിർത്തുകൊണ്ടൊന്നും പറയാൻ പറ്റൂല. അതിൽ ഉപദേശിക്കേണ്ട ആളുകൾ നേരത്തെ ഉപദേശിച്ചു കഴിഞ്ഞിരുന്നു. അത് കേൾക്കാതെ മഹാരാജാവ് ഇതെല്ലാം സംവിധാനം ചെയ്തിരിക്കുകയാണ്. മറ്റുള്ള ആളുകൾക്ക് ദുര്യോധനനെ പേടിയാണ്. അതുകൊണ്ട് ആരും ഒന്നും എതിർത്ത് പറയില്ല. പലരും കണ്ണുനീരൊഴുക്കി. ആ കണ്ണുനീര് പോലും ദുര്യോധനൻ കണ്ടാൽ കുഴപ്പമാണല്ലോ എന്ന് കരുതി ആ കണ്ണുനീര് മറയ്ക്കാൻ ശ്രമിച്ചു. ഇങ്ങനെ വിവിധ വികാരങ്ങൾക്ക് അടിപ്പെട്ട് ജനങ്ങൾ അവിടെ ഇരിക്കുന്ന അവസരത്തില് യുധിഷ്ഠിരനെയും ശകുനി ജയിച്ചു, തന്റെ അടിമയാക്കി മാറ്റിക്കഴിഞ്ഞു. തുടർന്ന് ശകുനി പറഞ്ഞു, യുധിഷ്ഠിരൻ ഈ ചെയ്തത് ശരിയായില്ല. മുഴുവൻ സമ്പത്തും പണയം വെച്ചതിന് ശേഷം മാത്രമേ യുധിഷ്ഠിരൻ തന്നെ പണയം വെക്കാൻ പാടുള്ളൂ.
അങ്ങനെ ചെയ്യാതെ യുധിഷ്ഠിരൻ ഇപ്പോഴും യുധിഷ്ഠിരന്റെ കയ്യിൽ ധാരാളം സമ്പത്തിരിക്കവേ തന്നെ പണയം വെച്ച് അടിമയായിരിക്കുന്നു. അതൊരിക്കലും ശരിയായില്ല, അത് അനർത്ഥമാണ്. അങ്ങയുടെ കയ്യിൽ ഏറ്റവും വലിയ ധനം ഇരിക്കുന്നു, ഏറ്റവും വലിയ സമ്പത്ത് പാഞ്ചാലി. ആ പാഞ്ചാലിയെ പണയം വെച്ചിട്ടില്ല. പാഞ്ചാലിയെ പണയം വയ്ക്കുന്നില്ലേ എന്ന് ചോദിച്ചു. ആദ്യമേ തന്നെ യുധിഷ്ഠിരൻ സർവസ്വവും പണയം വെച്ചു എന്നാ പറഞ്ഞ്, അതില് പാഞ്ചാലിയെ യുധിഷ്ഠിരൻ ഉൾപ്പെടുത്തിയിട്ടില്ല. തന്നെ പണയം വെച്ചു, തന്റെ സർവസ്വവും പണയം വെച്ചു എന്നൊക്കെയാ പറഞ്ഞ്. പക്ഷെ ഏറ്റവും വലിയ ധനമായ പാഞ്ചാലിയെ പണയം വെച്ചിട്ടില്ലല്ലോ. പാഞ്ചാലിയെ പണയം വെക്കാതെ തന്നെ സ്വയം പണയം വെച്ചത് തെറ്റാണല്ലോ, അധർമ്മമാണല്ലോ. യുധിഷ്ഠിര, പാഞ്ചാലിയെ പണയം വെക്കുന്നില്ലേ? യുധിഷ്ഠിരൻ വലിയ വേദനയോടുകൂടി ആ വേദനയെക്കുറിച്ച് തുറന്നു പറഞ്ഞുകൊണ്ട് പാഞ്ചാലിയെ പണയം വെച്ചു. പാഞ്ചാലിയെ പണയം വെക്കുന്നു എന്ന് കേട്ട അവസരത്തില് അവിടെ ഇരുന്ന സജ്ജനങ്ങൾ എല്ലാവരും ഞെട്ടി. അവരെല്ലാവരും ദുഃഖിച്ചു. പക്ഷെ ആർക്കും ഒന്നും പറയാൻ നിവർത്തിയില്ല. കർണൻ വളരെയേറെ സന്തോഷിച്ചു. ഇതാ താൻ വിചാരിച്ചിടത്ത് കാര്യങ്ങൾ വന്നു ചേരുന്നു. കർണൻ വളരെയേറെ സന്തോഷിച്ചു. ശകുനിയുടെ പുത്രനും വളരെയേറെ സന്തോഷിച്ചു. ധൃതരാഷ്ട്രൻ ഉടനെ തന്നെ വീണ്ടും വീണ്ടും ചോദിക്കുന്നു, ധൃതരാഷ്ട്രത്തു തം ഹൃഷ്ട പര്യപൃച്ഛത് പുനഃ പുനഃ. വീണ്ടും അദ്ദേഹം ചോദിച്ചു, ആരാണ് ജയിച്ചത്, ആരാണ് ജയിച്ചത്, ആരാണ് ജയിച്ചത്, എന്താണ് ജയിച്ചത് എന്ന് വീണ്ടും വീണ്ടും ചോദിച്ചു. പാഞ്ചാലിയെ പണയം വെച്ചു, ഇതാ ശകുനി ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് കേട്ടു. അപ്പോൾ ധൃതരാഷ്ട്രൻ ആ അവസരത്തില് ഉള്ളുകൊണ്ട് വളരെയേറെ സന്തോഷിച്ചു. കർണനോ ശകുനി ജയിച്ചു എന്ന് നേരിട്ട് കണ്ടപ്പോ ജഹർഷ കർണോതിഭൃശം സഹദുശാസനാദിഭി. കർണൻ വളരെയേറെ സന്തോഷിച്ചു. ദുശാസനാദികളോടൊപ്പം ദുര്യോധനന്റെ അനുജന്മാരുടെ കൂട്ടത്തിൽ ഒരാള് മാത്രമേ അതിൽ തിരിഞ്ഞ് നിന്ന് ചിന്തിച്ചുള്ളൂ, ഇത് ഏറ്റവും വലിയ പാതകമാണ് എന്ന് ചിന്തിച്ചുള്ളൂ. പക്ഷെ ദുശാസനൻ തുടങ്ങിയ മറ്റ് അനുജന്മാരോടൊപ്പം, ദുര്യോധനന്റെ അനുജന്മാരോടൊപ്പം കർണൻ വളരെയേറെ സന്തോഷിച്ചു. ഇതരേഷാം തു സഭ്യാനാം നേത്രേഭ്യ പ്രാപതജ്ജലം. മറ്റ് സഭാവാസികളാകട്ടെ അങ്ങേറ്റം ദുഃഖിതരായി. അവരുടെ കണ്ണുകളിൽ നിന്നിട്ട് കണ്ണുനീര് ധാരധാരയായിട്ട് ഒഴുകി. അവർക്ക് ആ അവസരത്തില് യാതൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. ഈ അവസരത്തിൽ ദുര്യോധനൻ പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് വിതുരനെ വിളിച്ചു, ക്ഷത്താവേ ഇങ്ങ് വരൂ എന്ന്. തന്റെ അഹന്തയെല്ലാം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ദുര്യോധനന്റെ വാക്യം. ആ പാഞ്ചാലിയെ അന്തഃപുരത്തിൽ നിന്നിട്ട് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടുവരിക. പാഞ്ചാലി ദാസിയാണ്, പാഞ്ചാലി അടിമയായി കഴിഞ്ഞിരിക്കുന്നു. അവൾ വന്ന് എന്റെ കൊട്ടാരത്തിന്റെ മുറ്റം അടിക്കട്ടെ. ഇനി അവൾ എന്റെ കൊട്ടാരത്തിൽ എന്റെ ദാസിമാരോടൊപ്പം ദാസിമാരിൽ ഒരാളായിട്ട് കഴിയട്ടെ. ദുര്യോധനൻ ക്ഷത്താവിനോട്, വിതുരനോട്, ഇളയച്ചനാണ് അദ്ദേഹം, അദ്ദേഹത്തോട് ആജ്ഞാപിച്ചു. അത് കേട്ട് വിതുരൻ പൊട്ടിത്തെറിച്ചു. വിതുരൻ ഈ ചെയ്യുന്ന പ്രവൃത്തികളുടെ ദോഷങ്ങൾ വളരെ ഉച്ചത്തിൽ എല്ലാവരും കേൾക്കെ ദുര്യോധനനെ അധിക്ഷേപിച്ചുകൊണ്ട്, ശകാരിച്ചുകൊണ്ട് വിതുരൻ പറഞ്ഞു കേൾപ്പിച്ചു. ഉടനെ തന്നെ ദുര്യോധനൻ അവിടെയുള്ള ഒരു ഉദ്യോഗസ്ഥനെ പറഞ്ഞയച്ചു, പോയി പാഞ്ചാലിയെ വിളിച്ചുകൊണ്ടുവരാൻ. പാഞ്ചാലി വന്നില്ല. പാഞ്ചാലി അയാളോട് ചോദിച്ചു, ഞാൻ
ധർമ്മത്തിന്റെ ബന്ധാവിലൂടെയാണോ പണയപ്പെട്ടത്? പാണ്ഡുവിന്റെ മരുമകൾ അടിമയാണോ? എന്നോട് പറയുക. മഹാരാജാവായ യുധിഷ്ഠിരൻ ആദ്യം പണയപ്പെട്ടിട്ട് എന്നെ പണയപ്പെടുത്തിയോ അതോ എന്നെ പണയപ്പെടുത്തിയിട്ടാണോ അദ്ദേഹം പണയപ്പെട്ടത്? ചോദിച്ചു. പക്ഷേ പ്രാതികാമിക്ക് അതിന് മറുപടി പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. അയാൾ തിരിച്ചു വന്നു ദുര്യോധനോട് പറഞ്ഞു, ഇങ്ങനെയാണ് പാഞ്ചാലി തന്നോട് പറഞ്ഞതെന്ന്. വീണ്ടും ദുര്യോധനൻ അയാളെ പറഞ്ഞയച്ചു. പക്ഷേ പാഞ്ചാലി വന്നില്ല. ഇതേ ചോദ്യം തിരിച്ചു ചോദിച്ചു. അപ്പോ ദുര്യോധനൻ ഉടനെ തന്നെ ദുശാസനോട് പറഞ്ഞു, ദുശാസന, ഈ വിതുരന് അതുപോലെ ഈ പ്രാതികാമിക്കും ഭീമസേനന് ഭയമാണ്, പാണ്ഡവരെ ഭയമാണ്. അതുകൊണ്ടാണ് അവര് പാഞ്ചാലിയെ ഇങ്ങോട്ട് കൊണ്ടുവരാത്തത്. നീ അങ്ങോട്ട് ചെല്ല, അന്തപുരത്തിലേക്ക്, അവളെ പിടിച്ചുകൊണ്ടുപോവാ, അവൾ ഇവിടെ വന്ന് മുറ്റമടിക്കട്ടെ. ഇത് കേൾക്കേണ്ട താമസം. കർണൻ വളരെയേറെ സന്തോഷിച്ചു. കർണന്റെ മുഖത്തിൽ ദുര്യോധനന് അർപ്പിക്കപ്പെട്ടതായ പ്രോത്സാഹനത്തിന്റെ പ്രകാശം വളരെയേറെ പ്രകടമായിരുന്നു. കർണൻ ദുര്യോധനെ പ്രോത്സാഹിപ്പിക്കുന്നു, ദുര്യോധനൻ കർണനെ പ്രോത്സാഹിപ്പിക്കുന്നു, രണ്ടുപേരും ചേർന്ന് ശകുനിയെ പ്രോത്സാഹിപ്പിക്കുന്നു.